നമസ്കാരം. വോയിസ് ഓഫ് ഖുർആന്റെ നേതൃത്വത്തിൽ ഞായറാഴ്ച കൊല്ലം പീരങ്കി മൈതാനിയിൽ അന്താരാഷ്ട്ര ഖുർആൻ വിസ്മയം പരിപാടി സംഘടിപ്പിക്കുന്നു. ലോകപ്രശസ്ത കാര്യങ്ങളുടെ സാന്നിധ്യത്തിൽ വ്യത്യസ്തമായ ഖുർആൻ അവതരണ രീതി പരിചയപ്പെടുത്തലാണ് ഈ പരിപാടിയിലൂടെ സംഘാടകർ ലക്ഷ്യമിടുന്നത്. കൊല്ലം പീരങ്കി മൈതാനിയിൽ സംഘടിപ്പിക്കുന്ന പരിപാടി KP അബൂബക്കർ ഹസ്രത്ത് ഉദ്ഘാടനം ചെയ്യും. നിലവിൽ കേരളത്തിൽ ഖുർആൻ പാരായണം നടത്തുന്നത് ഒരു രീതിയിൽ മാത്രമാണ്. എന്നാൽ ലോകത്ത് 7ഓളം തരത്തിലാണ് ഖുർആൻ പാരായണം നടത്താറുള്ളത്. ഈ വ്യത്യസ്തമായ 7 ഖുർആൻ പാരായണ രീതി കേരളത്തിലേക്ക് എത്തിക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമായാണ് വോയിസ് ഓഫ് ഖുർആന്റെ നേതൃത്വത്തിൽ ഞായറാഴ്ച കൊല്ലം പീരങ്കി മൈതാനിയിൽ അന്താരാഷ്ട്ര ഖുർആൻ വിസ്മയം പരിപാടി സംഘടിപ്പിക്കുന്നത്. പരിപാടിയുടെ ഭാഗമായി ഖുർആൻ ഉൾക്കാഴ്ചയോടെ പഠിക്കാനും ആസ്വദിക്കാനും വ്യത്യസ്ത ശൈലികൾ പരിചയപ്പെടുത്താനും വേണ്ടി 8 പണ്ഡിതന്മാർ പരിപാടിയിൽ വിസ്മയം തീർക്കാൻ എത്തിച്ചേരും എന്നതാണ് റിപ്പോർട്ട്. ഈ 8 പണ്ഡിതന്മാരുടെയും നേതൃത്വത്തിൽ 7ഓളം തരത്തിലുള്ള ഖുർആൻ പാരായണം നടക്കും. അതിനുശേഷം മലയാളത്തിൽ ഇതിന്റെ വിശദീകരണവും നടക്കും എന്നതാണ് രക്ഷാധികാരി ഹദീസ് അബ്ദുൾ ജാവദ് മന്നാനി, ചെയർമാൻ ആസാദ്, ജനറൽ കൺവീനർ പൂജ ശിഹാബ് എന്നിവർ പറഞ്ഞു. പണ്ഡിതന്മാരായ കടക്കൽ അബ്ദുൾ അസീസ് മൗലവി, NK പ്രേമചന്ദ്രൻ MP, നൌഷാദ് യൂനസ് തുടങ്ങിയിട്ടുള്ള പ്രമുഖർ പരിപാടിയിൽ പങ്കെടുക്കും. ഓർക്കാൻ എന്നും കുറെ നല്ല ഓർമ്മകൾ തന്നവർ വെറും ഓർമ്മയായി പോയല്ലോ എന്നോർക്കുമ്പോൾ ഉള്ളിലൊരു പിടച്ചിലുണ്ടാകാറില്ലേ നമുക്ക്? എത്ര വർഷങ്ങൾ കൊഴിഞ്ഞു പോയാലും നമ്മുടെയൊക്കെ ഓർമ്മകളിൽ മധുരമുള്ള ചില ഓർമ്മകൾ ബാക്കിയുണ്ടാകും. സൗഹൃദങ്ങൾ, സഹപാഠികൾ, പ്രണയങ്ങൾ, അധ്യാപകർ, അച്ഛനമ്മമാർ, അയൽക്കാർ, അങ്ങനെ ഒരിക്കൽ നമ്മൾ ആരൊക്കെയോ ആയിരുന്നു അല്ലേ? നേടിയതിൻ്റെയും നഷ്ടപ്പെടുത്തിയതിൻ്റെയും അളവ് നോക്കിയാൽ മുൻതൂക്കം എപ്പോഴും നഷ്ടങ്ങൾക്കു തന്നെയാണ്. അതിൽ ഏറ്റവും വലിയ നഷ്ടം ഒരിക്കലും തിരിച്ചു കിട്ടാത്ത ഇന്നലെകളാണ്. ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഓർമ്മകൾ സമ്മാനിച്ച പലരും നമ്മളെ വിട്ടുപോയിട്ടുണ്ടാകും. എനിക്കുമുണ്ട് ഒരുപാട് ഓർമ്മകൾ. യാത്രകൾ, സൗഹൃദങ്ങൾ, പ്രണയം, സങ്കടങ്ങൾ, സന്തോഷങ്ങൾ, അങ്ങനെ ഈ ഓർമ്മകൾ പങ്കുവയ്ക്കാൻ ഞാൻ നിങ്ങളോടൊപ്പം. ദി മാർക്കോ പോളോ മെമ്മറീസ് എല്ലാ ശനിയാഴ്ചയും ഞായറാഴ്ചയും രാത്രി 7:30 നിങ്ങളുടെ DNA ന്യൂസിൽ.